മക്കളെ, ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രിയിൽ കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്തു. നമുക്കിതിനകത്ത് കറക്റ്റായ ഒരു ഐഡിയ ആദ്യമേ നമുക്ക് ആ പിക്ചർ വരയ്ക്കാനും ആ പിക്ചറിലൂടെ ഒരു ഐഡിയ പെട്ടെന്ന് കിട്ടാനുമുള്ള പ്രാക്ടീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് കൂടെ ചെയ്തിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്ക് കിടക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ദ ടോപ്പ് ഓഫ് 2 poles ഓഫ് ഹൈറ്റ് 20 meter ആൻഡ് 14 meter. നമ്മൾ ഒരു ലൈൻ, ക്വസ്റ്റ്യൻ്റെ ഒരു ലൈൻ വായിക്കുമ്പം തന്നെ 2 പോൾസ്, ഒരെണ്ണം BC അതിൻ്റെ ഹൈറ്റ് 14 ആണ്, ഒരെണ്ണം AD അതിൻ്റെ ഹൈറ്റ് 20 ആണ്. നമുക്കൊരു ലൈൻ വായിക്കുമ്പം തന്നെ നമ്മൾ പിക്ചർ വരയ്ക്കുവാണെങ്കിൽ ഓരോ ലൈനും വായിക്കുമ്പോൾ തന്നെ ആ പിക്ചർ നമ്മൾ വരച്ചു തുടങ്ങണം. ഇനി കണക്റ്റഡ് ബൈ എ വയർ, അതായത് ഈ 2 പോൾസിൻ്റെയും ടോപ്പ് ഒരു വയർ കൊണ്ട് കണക്ട് ചെയ്തു. ഇഫ് ദ വയർ മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 degree വിത്ത് ഹൊറിസോണ്ടൽ, ഈ ഹൊറിസോണ്ടലുമായിട്ട് ഈ വയർ 30 degree ആംഗിൾ ഫോം ചെയ്തു. ദെൻ ലെങ്ത് ഓഫ് ദി വയർ നമുക്ക് എക്സ് ആണ് കാണേണ്ടത്. ഇവിടെ നമ്മൾ എങ്ങനെ ഒരു ഐഡിയ എടുക്കുന്നത്? നമുക്കറിയാം ഇവിടെയാണ് ആംഗിൾ കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ സൈഡും വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇത് AE എന്ന സൈഡ് നമ്മൾ കണ്ടേ മതിയാവും. നമുക്കറിയാം BC അവർ 14 എന്ന് തന്നിട്ടുണ്ട്, കാരണം ഒരു പോളിൻ്റെ ഹൈറ്റ് 14 ആണ്. അടുത്ത പോള് AD ആണ്, അതിൻ്റെ ഹൈറ്റ് 20 ആണ്. നമുക്കറിയാം BC 14 ആണെങ്കിൽ EDയും 14 ആയിരിക്കും. അപ്പം നമുക്ക് ഈ AE എന്ന് പറയുന്നത് 20 - 14 6 എന്ന് കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ഐഡിയയിലേക്ക് വരണം. നമ്മളൊരു പിക്ചർ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പിക്ചർ വരയ്ക്കുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള ഐഡിയാസ് എടുക്കാനായിട്ട് സാധിക്കണം. അത് നമുക്ക് പ്രാക്ടീസ് വഴി സാധിക്കും. കുറച്ച് കണക്കുകൾ ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഐഡിയ കിട്ടും. ഇനി നമുക്കറിയാം sin 30, ഇത് പെർപെൻഡിക്കുലറും ഹൈപ്പോട്ടന്യൂസും ആണ്. അപ്പോൾ sin 30 = 6/h എന്ന് വരും. sin 30യുടെ വാല്യൂ 1/2 ആണ്. അപ്പോൾ 1/2 6/h, x = 12. അപ്പം നമുക്ക് ഈ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം ഈസി ആയിട്ട് വരും. ഇനി ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ നമുക്ക് എങ്ങനെയാണ് ഐഡിയ കിട്ടുന്നത്? ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. എ വിൻഡോ ഇൻ എ ബിൽഡിംഗ് ഈസ് 10 meter എബവ് ദ ഗ്രൗണ്ട്. ഇതിപ്പോൾ ഒരു ബിൽഡിംഗ് ആണ്, AB എന്നൊരു ബിൽഡിങ്. ആ ഗ്രൗണ്ടിൽ നിന്നും 10 meter ഹൈറ്റ് ഉണ്ട്. ഫ്രം ദിസ് വിൻഡോ ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് ഡിപ്രഷൻ ഓഫ് ദി ടോപ്പ് ആൻഡ് ഫുട്ട് ഓഫ് അനദർ ബിൽഡിംഗ്, അനദർ ഹൗസ് അക്രോസ് ദ സ്ട്രീറ്റ് ഈസ് 30 and 60 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, ഇതൊരു ബിൽഡിംഗ് ആണ്, CD മറ്റൊരു ബിൽഡിംഗ് ആണ്. AB എന്ന ബിൽഡിങ്ങിൽ നിന്നും CD എന്ന ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്ക് 30 degree ആണ് എലിവേഷൻ. ഇനി ഡിപ്രഷൻ 60 എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ 60 ആണെന്നാണ് എൻ്റെ അർത്ഥം. അപ്പം ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി സെക്കൻഡ് ഹൗസ് ആൻഡ് വിഡ്ത്ത് ഓഫ് ദി സ്ട്രീറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം വിഡ്ത്ത് ഓഫ് ദി സ്ട്രീറ്റ് ഈ BD ആണ്. ഈ BD ആണ് സ്ട്രീറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അതുപോലെ ഹൈറ്റ് ഓഫ് ദി സെക്കൻഡ് ഹൗസ് എന്ന് പറയുന്നത് CD ആണ്. അപ്പം ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ പിക്ചർ വരയ്ക്കുമ്പോൾ നമുക്ക് AB 10 ആയതുകൊണ്ട് OD 10 ആയിരിക്കും. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി സെക്കൻഡ് ഹൗസ് എന്ന് പറയുന്നത് CD ആണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ കാണേണ്ടത് CD ആണ്. ആ CD-യിൽ OD വരെ നമുക്കറിയാം, കാരണം ABയും ODയും തുല്യമാണെന്ന് ഇങ്ങനെ പിക്ചർ വരയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാം. നമ്മൾ ഈ പിക്ചർ വരച്ചു, ഈ ഹൗസ് വരച്ചു, ഈ ബിൽഡിങ് വരച്ചു, അന്നേരം നമുക്കിങ്ങനെ പാരലായിട്ട് വരയ്ക്കുമ്പം തന്നെ ഇത് 10 ആണെങ്കിൽ ഇത് 10. പിന്നെ നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. OCയും കൂടെ കിട്ടിയെങ്കിൽ മാത്രമേ ഈ സെക്കൻഡ് ഹൗസിൻ്റെ ഹൈറ്റ് CD കാണാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്കറിയാം ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്?
ആദ്യമേ നമുക്ക് ഇത് 60 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഈ ആംഗിളും 60 ആയിരിക്കും. എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഈ രണ്ട് ലൈൻസും പാരലാണ്, ഇതൊരു ട്രാൻസ്വേഴ്സലാണ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ഇത് 60 എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് പറയാം ഇത് 60യും ഇത് 10ഉം ഉള്ളതുകൊണ്ട് tan 60 ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ബൈ ബേസ്. അപ്പം നമുക്ക് 10/BD എന്ന് കിട്ടും. tan 60 10/BD എന്ന് കിട്ടും. tan 60യുടെ വാല്യൂ നമുക്കറിയാം √3 ആണ്. അപ്പോൾ √3 ഈസ് ഈക്വൽ ടു 10/BD. അതുകൊണ്ട് BD ഈസ് ഈക്വൽ ടു 10/√3. കണ്ടോ, നമ്മളോട് സ്ട്രീറ്റിൻ്റെ വിട്ട് അവർ ചോദിച്ചു. അപ്പം സ്ട്രീറ്റിൻ്റെ വിട്ട് നമുക്ക് 10/√3 എന്ന് കിട്ടി. അപ്പം നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്? നമുക്ക് ഈ ഒരു ആംഗിൾ ഓഫ് ഡിപ്രഷൻ കിട്ടി. ഈ ആംഗിൾ 60 ആയതുകൊണ്ട് ഇത് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആയതുകൊണ്ട് ഇതും 60 ഡിഗ്രി എന്ന് വന്നു. അപ്പോൾ ഈ ട്രയാങ്കിളിൽ നിന്നും tan 60 എടുക്കുമ്പം ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈ ബേസ് എന്ന് പറഞ്ഞ് നമ്മൾ BD കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഈ CD അല്ലെങ്കിൽ അവർ ചോദിച്ചത് ഹൈറ്റ് ഓഫ് ദി സെക്കൻഡ് ഹൗസ് എന്നാണ് ചോദിച്ചത്. ഇതാണ് CD ആണ് സെക്കൻഡ് ഹൗസ്. നമുക്കതിൽ OD നമുക്കറിയാം, പക്ഷെ OCയും കൂടി കിട്ടാമെങ്കിൽ ഈ 10+X ആയിരിക്കും സെക്കൻഡ് ഹൗസിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഈ X കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ആംഗിൾ 30 ആണെന്ന് നമുക്കറിയാം, പക്ഷേ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടണം. നമുക്ക് AO കിട്ടിയാൽ മതി. നമുക്കിത് ഇങ്ങോട്ട് നോക്കിയാൽ അറിയാം BDയും AOയും ഈക്വൽ ആണ്. അപ്പം BDയുടെ വാല്യൂ നമുക്കറിയാം 10/√3 ആണ്. അപ്പം AO ഈസ് ഈക്വൽ ടു BD ആയതുകൊണ്ട് AOയുടെ വാല്യൂവും 10/√3 തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം tan 30 ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ബൈ ബേസ് അല്ലെങ്കിൽ tan 30 ഈസ് ഈക്വൽ ടു എക്സ് ബൈ tan 30 ഈസ് ഈക്വൽ ടു എക്സ് ബൈ AO എന്ന് പറയാം. AOയുടെ വാല്യൂ എന്താണ്? AO BD തന്നെയാണ്. അതുകൊണ്ട് AOയുടെ വാല്യൂ 10/√3 ആണ്. tan 30യുടെ വാല്യൂ 1/√3. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം √3x/10 എന്ന് കിട്ടും. അപ്പോൾ 1/√3 ഈസ് ഈക്വൽ ടു √3x/10. അപ്പോൾ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് എന്ന് പറയുമ്പോൾ ഇതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 10 ഇൻറ്റു ഇതിങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പം √3 ഇൻറ്റു √3 ഈസ് ഈക്വൽ ടു 3 എന്ന് വരും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 10/3 അല്ലെങ്കിൽ 3.33 എന്ന് കിട്ടി. Therefore this value is 3.33. അപ്പോൾ ഇവിടെ നമുക്ക് CD കാണാം. CD ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി സെക്കൻഡ് ഹൗസ് CD ആണ് 10 + 3.33. Therefore height of the second house is 10 + 3.33 13.33. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചത്. ഒന്ന് വിഡ്ത്ത് ഓഫ് ദി സ്ട്രീറ്റ് BD കണ്ടു. BD നമ്മൾ കാണാൻ വേണ്ടി ഈ 60യും ഈ 60യും ഈ രണ്ട് ആംഗിളും സെയിം ആണെന്ന് കണ്ടു. അപ്പം നമുക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാകണം. കാരണം നമുക്ക് ഇവിടെ ഒരു സൈഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ BDയുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ tan 60 ഈസ് ഈക്വൽ ടു 10/BD. ആ ഒരു റിലേഷൻ കിട്ടിയാലേ നമുക്കിത് കിട്ടുള്ളൂ. നമുക്കൊരു ഐഡിയ കിട്ടണം. അങ്ങനെ BD കിട്ടിക്കഴിഞ്ഞാൽ BDയും AOയും തുല്യമാണെന്നും അപ്പോൾ BD 10/√3 ആയതുകൊണ്ട് AOയും 10/√3 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ tan 30 കൊടുത്താൽ x/10/√3. അപ്പോൾ tan 30 1/√3 ആണ്. 1/√3 ഈസ് ഈക്വൽ ടു x/10/√3 വെച്ചാൽ x കിട്ടും. ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 10 + x. ഇതാണ് നമുക്ക് ആ കറക്റ്റ് ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസിലൂടെ നമുക്ക് ഐഡിയ കിട്ടും. ആ ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം നമുക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടാൻ വേണ്ടി സാറിൻ്റെ വാട്സപ്പിൽ വിളിച്ചാൽ സാറിൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സ് മക്കളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, നമ്മളൊരു ക്വസ്റ്റ്യൻ ഇപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഇതെന്തോ വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നും. എന്നാൽ വളരെ സിമ്പിളാണ്. ഇതിനകത്തെ കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ.
ഇവിടെ ഒരു എയറോപ്ലെയിൻ ഉണ്ട്, ഇതിലെ ഒരു എയറോപ്ലെയിൻ പോവുകയാണ്, അതിൻ്റെ മുകളിലൂടെ വേറൊരു എയറോപ്ലെയിൻ പോകുന്നു. ഈ എയറോപ്ലെയിനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണുക. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അവർ നമുക്ക് തന്നിരിക്കുന്ന ചെറിയ ഇൻഫർമേഷൻ മാത്രം മതി. ദാ ഈ എയറോപ്ലെയിൻ ഇവിടെ നിന്നും 4000 മീറ്റർ മുകളിലാണ്. ഇതിൻ്റെ ആംഗിൾ ഓഫ് എലിവേഷൻ 45 ഡിഗ്രിയാണ്. ഈ എയറോപ്ലെയിൻ്റെ ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രിയാണ്. നമ്മളോട് ഈ വൈ കാണാൻ മാത്രമാണ് പറഞ്ഞേക്കണേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദാ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ആൻ എയറോപ്ലെയിൻ, ഇതിനെ പറ്റിയാണ് പറയുന്നത്. എ എന്ന് പറയുന്ന എയറോപ്ലെയിൻ വെൻ ഫ്ലൈയിങ് അറ്റ് എ ഹൈറ്റ് ഓഫ് 4000 മീറ്റർ, 4000 മീറ്റർ, ഫ്രം ദി ഗ്രൗണ്ട് പാസസ് വെർട്ടിക്കലി എബോവ് അനദർ എയറോപ്ലെയിൻ അറ്റ് ആൻ ഇൻസ്റ്റന്റ് when the angles of elevations of the two planes from the same point of the ground are 60 and 45 respectively. അതായത് ഇയാളുടെ തൊട്ട് മുകളിലൂടെ ദാ y എന്ന ഡിസ്റ്റൻസിൽ ഇയാൾ 45 ഡിഗ്രിയും ഇയാൾ 60 ഡിഗ്രിയും ഒരേ പോയിന്റിൽ നിന്നും ഉള്ള ആംഗിൾ ഓഫ് എലിവേഷനിൽ ഇപ്പോൾ പറന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മോട് ചോദിച്ചത് ഫൈൻഡ് ദി വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി എയറോപ്ലെയിൻസ് അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ്. ഈ AD എന്ന ഡിസ്റ്റൻസ് കാണുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് കരുതും. പക്ഷെ അവിടെ ആ ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ വൈ കാണണം. നമുക്ക് സിമ്പിളായിട്ട് ഈ ട്രയാങ്കിളിൽ നിന്നും ഈ CAB എന്ന ട്രയാങ്കിളിൽ നിന്നും നമുക്ക് പറയാം tan 45 ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ബൈ ബേസ്. അപ്പോൾ ഇത് 4000 ആണ്. tan 45 4000 ബൈ എക്സ്. tan 45ൻ്റെ വാല്യൂ 1 ആണ്. അത് നമ്മൾ മറന്നു പോകരുത്. tan 30 1/√3, tan 45 1, tan 60 √3. അതിൻ്റെ ട്രിക്ക് സാറ് പറഞ്ഞു തന്നു. tan 30 1/√3, tan 45 ഈ ന്യൂമറേറ്റർ എടുത്താൽ മതി, tan 60 ഈ ഡിനോമിനേറ്റർ എടുത്താൽ മതി. അപ്പം tan 45 1 ആണ്. അപ്പം എക്സ് 4000 എന്ന് കിട്ടി. ഇതേണ്ടോ, ഈ എക്സിൻ്റെ വാല്യൂ 4000 എന്ന് കിട്ടി. നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ ട്രയാങ്കിൾ എടുക്കാം. ഏതാ? CBD എന്ന ട്രയാങ്കിളിൽ tan 60 ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ബൈ ബേസ്. ഇവിടെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് BD ആണ്. അതായത് 4000 പ്ലസ് y ആണ്. അപ്പോൾ tan 60 ഈസ് ഈക്വൽ ടു y പ്ലസ് 4000 ഡിവൈഡഡ് ബൈ ഇതാണ് ബേസ്. അതായത് 4000 എക്സ് എന്ന് പറയും. എക്സ് tan 60യുടെ വാല്യൂ √3, y പ്ലസ് 4000 ബൈ എക്സിൻ്റെ വാല്യൂ 4000. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 4000 √3 ഈസ് ഈക്വൽ ടു y പ്ലസ് 4000 എന്ന് കിട്ടി. അല്ലെങ്കിൽ പറയാം y ഈസ് ഈക്വൽ ടു 4000 √3 മൈനസ് 4000. 4000 ബ്രാക്കറ്റിന് വെളിയിലെടുത്താൽ √3 മൈനസ് 1. √3യുടെ വാല്യൂ 1.73. നമ്മൾ മറക്കരുത്, 1.732 എന്നാണ് ഫുൾ വാല്യൂ വരുന്നത്. പക്ഷേ സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള കണക്കുകളിൽ 1.73 വരെ എടുക്കുകയുള്ളൂ. അപ്പോൾ 1.73 മൈനസ് 1 ദാറ്റ് ഈസ് 4000 ഇൻറ്റു 0.73, 2920 മീറ്റർ. അതായത് ഈ എയറോപ്ലെയിനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2920 മീറ്റർ. എത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് വലുതായിട്ട് തോന്നും. പക്ഷെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ദാ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദി ആംഗിൾ ഓഫ് എലിവേഷൻസ് ഓഫ് ദി ടോപ്പ് ഓഫ് ദി ടവർ ഫ്രം ദ 2 points at a distances 4 meter 9 meter from the base of the tower and same straight line with it are 60 and 30 respectively. അതായത് ഇതൊരു ടവറാണ്. AB എന്ന് പറയുന്ന ഒരു ടവറാണ്. ഈ ടവറിൻ്റെ ഫുട്ടിൽ നിന്നും 4 മീറ്റർ അകലത്തിൽ നിന്നും ആംഗിൾ ഓഫ് എലിവേഷൻ 60 ആണ്. 9 മീറ്റർ അകലത്തിൽ നിന്നും, ഈ 9 മീറ്റർ അകലത്തിൽ നിന്നും ആംഗിൾ ഓഫ് എലിവേഷൻ 30 ആണ്. ചോദിച്ചത് ഫൈൻഡ് ദി
ഹൈറ്റ് ഓഫ് ദി ടവർ. ഇതാണ് എച്ച് ആണ് ചോദിച്ചത്. ഇവിടെ നമുക്ക് ഈ ഇൻഫർമേഷനൊക്കെ വേസ്റ്റാണ്. നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഡിസ്റ്റൻസ് DB 9 തന്നിട്ടുണ്ട്, ഈ ആംഗിൾ 30 തന്നിട്ടുണ്ട്. നമുക്കിതൊന്നും വേണ്ട. കാരണം ഹൈറ്റ് ഓഫ് ദി ടവർ കാണാൻ വേണ്ടി ഈ ട്രയാങ്കിൾ മാത്രം മതി. tan 60 ഈസ് ഈക്വൽ ടു പെർപെൻഡിക്കുലർ ബൈ ബേസ്. അപ്പം tan 60 ഈസ് ഈക്വൽ ടു h/4. tan 60യുടെ വാല്യൂ √3 ആണ്. √3 h/4 ആണെങ്കിൽ h എന്ന് പറയുന്നത് 4√3 മീറ്റർ. അപ്പം ചില സിറ്റുവേഷനിൽ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ മുഴുവനൊന്നും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ആ ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കിത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസിയാണ്. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ വലുതായിട്ട് നമുക്ക് തോന്നുമെങ്കിലും നമ്മളത് വായിച്ചു വരുമ്പം അതിൽ 2 ഇക്വേഷൻ, ചില ക്വസ്റ്റ്യൻസിലൊക്കെ ഒറ്റ ഇക്വേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലതിൽ 2 ഇക്വേഷൻസ് ഉണ്ടാവും. അപ്പോൾ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ സാറിൻ്റെ വാട്സപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ സാറിൻ്റെ ഓൺലൈൻ ടീച്ചേഴ്സ് ഉണ്ട്. സാറിൻ്റെ വീഡിയോസ് കാണിച്ചിട്ട്, സാറിൻ്റെ വീഡിയോ മക്കളെ കാണിച്ചുകൊണ്ട് തന്നെ അവർ കൂടുതൽ എക്സാമ്പിൾസ് പഠിപ്പിച്ചു തരും. PDF ക്വസ്റ്റ്യൻസ് അയച്ചു തരും, മോക്ക് ടെസ്റ്റുകൾ തരും. അങ്ങനെ ഫുൾ മാർക്ക് 99% മാർക്കിലേക്ക് സാർ എത്തിയതാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് മക്കളെ എത്തിക്കാനായിട്ട് സാറിൻ്റെ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വാട്സപ്പിൽ ഓൺലൈൻ ട്യൂഷന് വേണ്ടി വിളിക്കണം. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കൂട്ടുകാരിലേക്കും, നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്നവരിലേക്കെങ്കിലും സാറിൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം.